കുഞ്ഞുട്ടൻ്റെ കഥ തുടരുന്നു. അതൊരു വലിയ കഥയാണ്. മുഴുവൻ പറയാൻ നിന്നാൽ ഇന്ന് കൊണ്ട് തീരില്ല. എൻ്റെ കഷ്ടകാലം കൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരെങ്കിലും ഇത് കണ്ടുവന്നാൽ ഞാൻ മുന്തിരി കക്കാൻ വന്നതാണെന്നേ പഴി പറയൂ. അതിനു മുമ്പ് നീ എങ്ങനെയെങ്കിലും എന്നെ ഈ കെണിയിൽ നിന്ന് രക്ഷിക്കണം. കുഞ്ഞൂട്ടൻ തൊണ്ടയിടറി പറഞ്ഞു. നീ ഒരു കള്ളനല്ലെന്ന് ആരു കണ്ടു? ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയെ എനിക്കറിയാം. അയാളുടെ കോഴികളെയും മുന്തിരിയും കക്കാൻ വരുന്ന കാട്ടുകള്ളന്മാരെ പിടിക്കാൻ വെച്ച കെണിയാണിത്. ഇന്നിതിൽ ഒരു കള്ളൻ വീണെന്നേ ഉള്ളൂ, തേനീച്ച മൂളിപ്പറഞ്ഞു. ദയവായി എന്നെയൊന്ന് വിശ്വസിക്കൂ. തോട്ടം ഉടമയുടെ കോഴികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. മുന്തിരി മോഷ്ടിക്കാൻ വന്നതുമല്ല ഞാൻ. എൻ്റെ പൊന്നുച്ചനെയും പൊന്നുമാലാകയും കാണാൻ തന്ത്രപ്പെട്ടു പോകുമ്പോൾ അബദ്ധത്തിൽ കെണിയിൽ കുടുങ്ങിയതാണ്. കഴിയുമെങ്കിൽ നീ എന്നെയൊന്ന് രക്ഷിക്കൂ. കുഞ്ഞൂട്ടൻ താണുകേണ് പറഞ്ഞു. നിന്റെ കല്ല് വെച്ച നുണ കേൾക്കാനോ എനിക്ക് നേരമില്ല. അത് കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാൻ ആളുമല്ല. നിന്നോട് കിന്നരിക്കാൻ നിൽക്കാതെ ഞാൻ ഇത്തിരി തേൻ കിട്ടുമെന്ന് നോക്കട്ടെ. തേനീച്ച പറന്നു പൊങ്ങി. അവന് സങ്കടം ഇരട്ടിച്ചു. അധികം കഴിയും മുമ്പേ തോട്ടം ഉടമസ്ഥൻ അവിടെ എത്തി. താൻ വെച്ച കെണിയിൽ കോഴിക്കള്ളന്മാരാരോ മുന്തിരിക്കള്ളന്മാരോ വീണിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അയാളുടെ വരവിന്റെ ഉദ്ദേശം. കെണികൾ ഓരോന്നായി പരിശോധിച്ചു വരുമ്പോഴാണ് ഒന്നിൽ ആരോ കുടുങ്ങിയിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കോഴിക്കള്ളനായ ഏതോ കുറുക്കനോ വരുകോ ആവും അതെന്ന് ചിന്തിച്ചു അയാൾ അവിടെ എത്തി. കെണിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതൊരു മരപ്പാവയാണെന്ന് അയാൾക്ക് മനസ്സിലായത്. പല്ലിറുമ്മിക്കൊണ്ട് അയാൾ അവനെ കെണിയിൽ നിന്നും പുറത്തെടുത്ത് ചോദിച്ചു. ഓഹോ, നീയാണെൻ്റെ കോഴികളെ കട്ടുതിന്നത് അല്ലേ? അല്ല യജമാനെ, ഞാൻ ഇതുവരെ ഒരു ഈച്ചയെ പോലും തിന്നിട്ടില്ല. ഇതിലെ പോകുമ്പോൾ അബദ്ധത്തിൽ കെണിയിൽ വീണതാണ്. ദയവായി എന്നെ വെറുതെ വിടണം. അവൻ കെഞ്ചി. അതൊന്നും കേൾക്കാൻ സൗമനസ്യം കാട്ടാതെ ഉടമസ്ഥൻ അവന്റെ കഴുത്തിൽ പിടിമുറുക്കി. ഞാനിത് വിശ്വസിക്കില്ല. അഥവാ നീ പറഞ്ഞത് നേരാണെങ്കിൽ എൻ്റെ തോട്ടത്തിൽ നിന്നും മുന്തിരി മോഷ്ടിക്കാനാവും വന്നത്, അയാൾ പറഞ്ഞു. ഇതെന്തൊരു കഷ്ടമാണ്. ഒന്നാമത് മുന്തിരിയുടെ പുളിപ്പ് എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ഈ കെണിയിൽ വീണ ശേഷമാണ് അങ്ങയുടെ മുന്തിരിപ്പാടം കാണുന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുന്തിരിക്കള്ളനാവും. അവൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു.